കർത്താവായ യേശു മശീഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയെ ഓർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഇന്ന് ചെറിയൊരു കൂട്ടമാണ് നമ്മളോട് കൂടെ ഉള്ളത്. നമ്മുടെ സഹോദരങ്ങളെല്ലാം യാത്രയിലായിരിക്കുന്നു. അവരെല്ലാവരെയും ദൈവം അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം പരിപാലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇസ്രായേലിനുള്ള വാഗ്ദത്തങ്ങളും ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ കുടുംബത്തെ പറ്റിയാണ് ആലോചന കർത്താവ് നൽകിയത്. അത് പ്രകാരം ചില കാര്യങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, നമ്മൾ 1-2 ആഴ്ച കൊണ്ട് ഇവിടെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പ്രായമുള്ളവർ വിവാഹത്തിന് വേണ്ടി ആലോചനകളെ നോക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലാണ് ഈ വിചാരം എൻ്റെ മനസ്സിൽ കർത്താവ് നൽകിയത്. അപ്പോൾ അതെല്ലാവർക്കും ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേഴ്സണൽ കുടുംബജീവിതത്തിൽ ഞാനൊരു വലിയ സക്സസ് ആണെന്നൊന്നും ഞാൻ പറയുകയില്ല. എന്തെങ്കിലും അതിലൊരു നന്മ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവവചനം ഇരുവായുള്ള മൂർച്ചയുള്ള വാളാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ദൈവവചനത്തെ നമുക്ക് ഉള്ളതുപോലെ മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മായം കലർത്തി ചേർത്താൽ അത് നമുക്ക്, ഞാൻ സംസാരിക്കുന്ന എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അത് തെറ്റായി ഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് ഞാൻ സംസാരിക്കും. പക്ഷെ ചിലർക്ക് അതൊരു ചാലഞ്ചായിട്ട് തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെനിക്കായാലും നിങ്ങൾക്കായാലും. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത്, ദൈവം ഈ സകല ലോകത്തെ സൃഷ്ടിക്കുകയും ആദാമിനെയും ഹവ്വായെയും ഈ ലോകത്തിൽ ആദ്യമാക്കി തീർക്കുകയും അതിൽ നിന്നും ഈ സകല ലോകത്തിലെ മനുഷ്യരെയും ആക്കി തീർക്കുകയും ചെയ്തത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. പക്ഷെ അതിൽ ചില സമയങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന മക്കൾ അവർ വളരെ ചുരുക്കമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇന്ന് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ അബ്രഹാമിൻ്റെ സമയത്ത് കാണുന്നു. അവർക്കൊരു ജോഗ്രാഫിക്കൽ ഏരിയ, കനാൻ എന്ന ദേശത്തെ ഇസ്രായേലാക്കി ദൈവം അവർക്ക് അവകാശമായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ, ആ സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് 20,000 സ്ക്വയർ കിലോമീറ്റർ ഏകദേശം. കൂടി വന്നു കഴിഞ്ഞാൽ ശലോമോൻ്റെ സമയത്ത് ചിലപ്പോൾ ഒരു 25,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അന്ന് ദൈവം അവർക്ക് അവകാശമായിട്ട് നൽകി. അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ലോകത്തുള്ള ഇപ്പോഴുള്ള അവൈലബിൾ ലാൻഡ് ഏരിയ എത്രയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഏകദേശം അതിൻ്റെ ഒരു 700 കോടി എന്നാണ് പറയുന്നത്. ഏകദേശം 700 കോടി സ്ക്വയർ കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എത്രയാ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്? 20,000. 700 കോടിയിൽ നിന്നും ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് 70,000. അതുപോലെ ദൈവം സക്കറിയായുടെ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തോന്നുന്നു പറയുന്നു, എടുക്കണ്ട വചനം, പക്ഷേ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നെ യെരുശലേമേ നിന്നെ ഞാൻ ലോകത്തിൻ്റെ മധ്യ, 12-ാമത്തെ അധ്യായത്തിലാണ് നിന്റെ ലോകത്തിൻ്റെ മധ്യേ ആക്കി തീർക്കുന്നത്. അപ്പം നമുക്കറിയാം സക്കറിയാവിൻ്റെ കാലത്ത് ആ ഒരു ലേഖനം എഴുതപ്പെടുമ്പോഴൊന്നും ലോകത്തിൻ്റെ മാപ്പൊന്നും അന്ന് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മാപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 100-150 വർഷമൊക്കെ ആയി കാണും. ഇത് പലരും മാപ്പ് ഉണ്ടാക്കി ഇന്നാണ് ആ മാപ്പിൻ്റെ ഒരു ഫൈനൽ രൂപം നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ലോകത്തിൻ്റെ മാപ്പിൽ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ അതിൻ്റെ നടുക്കാണോ യെരുശലേം? ആണല്ലോ. അതുകൊണ്ടാണല്ലോ അതിനെ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതും. അപ്പോൾ ആ മിഡിൽ ഭാഗത്ത് തന്നെയാണ് യെരുശലേം സ്ഥാപിതമായിരിക്കുന്നത്. അപ്പം ദൈവവചനം വളരെ പവറുള്ള ദൈവവചനമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ജനസംഖ്യയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ യഹൂദന്മാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്രായേലിൻ്റെ പോപ്പുലേഷൻ, ഇന്നത്തെ ഇസ്രായേലിനെ പറ്റിയല്ല പുതിയ നിയമസഭ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ഇസ്രായേലിൻ്റെ ആ ഒരു ജനസംഖ്യ 1 കോടിയിൽ താഴെയുള്ളൂ.
ആ ഇസ്രായേലിൽ ഇന്ന് താമസിക്കുന്ന ആൾക്കാരിൽ 98 ലക്ഷം ഏകദേശം എന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ജനസംഖ്യ എത്രയാ? ഏകദേശം 750 കോടിയോളം വരുമെന്ന് പറയുന്നത്. അതിനകത്തും നമ്മൾ 140-150 കോടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നു ഒരു അംശം മാത്രമേ ഇസ്രായേൽ എന്ന ജോഗ്രാഫിയിൽ പോലും ഉള്ളൂ. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ, അതിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ പറ്റി പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ വിത്ത് ഉള്ളവർ, വിളിക്കപ്പെട്ടവർ, എക്ലേസിയ എന്ന് പറയും, കോൾഡ് ഔട്ട് വൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചെടുക്കപ്പെട്ടവർ. മിസ്രൈമിൽ നിന്നും എങ്ങനെ വിളിച്ചു വരുത്തിയോ അതുപോലെ ഈ ലോകത്തിൽ നിന്നും വിളിച്ചു വേർപെട്ടവരാണ് ഇസ്രായേൽ എന്ന് ദൈവം പറയുന്നു. പുതിയ നിയമസഭയെ പറ്റി പറയുന്നു, പുതിയ യെരുശലേമിൽ ചേർക്കപ്പെടുവാൻ പോകുന്ന പുതിയ നിയമസഭയെ പറ്റി പറയുന്നു. അവർ കാറ്റിനെ പോലെ ആകുന്നു എന്ന് പറയുന്നു. നിക്കോദീമോസിനോട് സംസാരിക്കുമ്പോൾ കാറ്റിനെ പോലെ അവരായിരിക്കുന്നു. അപ്പോൾ അവരെ കാണുവാൻ സാധിക്കത്തില്ല, അവരത്രയ്ക്ക് കുറഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം വചനം മൊത്തം നമ്മൾ സംസാരിക്കുന്നു. അതുകൊണ്ട് ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ഒരു ഭാരം നമ്മുടെ മനസ്സിൽ പാടില്ല. കുറഞ്ഞ ഗ്രൂപ്പ് ആയതുകൊണ്ട് ചില ഏകത്വ സഭകൾ എന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ചില സഭകളൊക്കെ എല്ലാം ഇന്ന് അവർ തെറ്റിപ്പോകുന്നു. അവർക്ക് മക്കൾ വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് മക്കളെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആൾക്കാരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ മറ്റുള്ള സഭകളുമായിട്ട് കൂട്ടായ്മകൾ ചെയ്യുന്നു, അവരുമായിട്ട് വിവാഹം ചെയ്യുന്നു. അങ്ങനെ സഭ തെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് തനിച്ചായിരിക്കാൻ അല്ല, അവന് തക്കതായ ഒരു കൂട്ടാളിയെ ദൈവം തക്ക സമയത്ത് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ജനസിസ് 1 ഉൽപ്പത്തി പുസ്തകം 1:26-27 കാണുമ്പോൾ നമുക്കവിടെ കാണാം, ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് അവിടെ കാണുന്നു. അതൊരു ഭൗതിക മനുഷ്യനാണോ അവിടെ സൃഷ്ടിക്കപ്പെട്ടത്? ഭൗതിക മനുഷ്യനാണോ? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് 1-ാമത്തെ അധ്യായത്തിൽ പറയണമെങ്കിലും പിന്നെ 2-ാമത്തെ അധ്യായത്തിൽ പിന്നെ ചെന്നിട്ട് അവരെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുകയും അവിടെ ആദാം മാത്രം സൃഷ്ടിക്കപ്പെടുകയും ആദാമിൽ നിന്നും പിന്നെ ഹവ്വയെ വാരിയലിൽ നിന്നും എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ആദാമിനെ നമ്മുടെ ഇമേജിൽ സൃഷ്ടിക്കാമെന്ന് പറയുന്നത് ദൈവം അവിടെ ഒരു ആത്മീയ ശരീരത്തിലായിരിക്കുമല്ലോ നിന്നത്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട അവിടെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഭൗതിക ആദാമല്ല, ഈ ഭൂമിയിലുള്ള ആദാമല്ല പറയുന്നത്. ആ ആദാമിൽ കൂടെയാണ് സകലരും വരേണ്ടതെങ്കിലും അതൊരു ആത്മീയ രൂപത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ മണ്ണിൽ നിന്നും പിന്നെ സൃഷ്ടിക്കുകയും അവൻ്റെ വായിൽ ദൈവം ജീവനുള്ള ആത്മാവായ ദൈവം, ജീവിപ്പിക്കുന്ന ആത്മാവായ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസത്തെ ഊതുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഹവ്വ എവിടെയാണ്? ആദാമിൽ തന്നെയാണ്. അപ്പം ദൈവത്തിന് അറിയാം ഒരു സമയമാകുമ്പോൾ ആദാം തനിച്ചാന്ന് ഉള്ള ഫീലിംഗ് വരികയും, അവൻ തനിച്ചെന്നുള്ള ഫീലിംഗ് അവൻ എന്തുകൊണ്ടാണ് വന്നത്? ദൈവം അവനെ കാണുവാൻ ഇറങ്ങി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അല്ലാത്ത സമയത്ത് അവൻ തനിച്ചാന്ന് അവൻ തോന്നിക്കാണുമായിരിക്കും, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ടു പോകുകയില്ല, ഞാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് തക്കതായ ഒരു സഹായിയെ ഞാൻ അയക്കുമെന്ന് പറയുന്നത്. ആൻ അപ്രോപ്രിയേറ്റ് ഹെൽപ്പർ. ഒരു ഹെൽപ്പർ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയോട് കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഹെൽപ്പർ എന്നോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ അത് ആരുടെ കുറവാണ്?
എന്നും പറഞ്ഞ് മനുഷ്യരെ നമ്മൾ വിട്ട് അകന്ന് ജീവിക്കുക എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മനുഷ്യരെപ്പോഴും നമ്മുടെ കൂടെ വേണമെന്നും ആ മനുഷ്യരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുമുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ജഡപ്രകാരമാണ്. ജഡപ്രകാരം ദൈവം നമുക്ക് ചില ദൗത്യങ്ങൾ ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. ഭാര്യയാകാം, മക്കളാകാം, അമ്മയപ്പനും ആകാം, സഹോദരങ്ങളാകാം. അതെല്ലാം ദൈവം പല രീതിയിൽ അവരെ ജഡപ്രകാരം നമ്മൾ അവരെ കരുതേണ്ടതും അവരെ കാണേണ്ടതും എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ശാശ്വതമായ പങ്കാളി ആരാകുന്നു? എന്നും ജീവിക്കുന്നവൻ ആരാകുന്നു? അപ്പോൾ സഹായി എന്ന് പറയുന്ന ആ ഒരു സഹായി, ആ സെയിം വേർഡാണ് ഒരു ഭാര്യയെ പറ്റി അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവസഭയിൽ പറയുന്നത്. അപ്പം തക്കതായ തുണ അല്ലെങ്കിൽ സഹായി എന്നുള്ളത് അതൊരു സർവൻ്റ് അല്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സർവൻ്റായിട്ട് കാണാൻ പറ്റുമോ? സർവൻ്റായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു തുണയാണ്. ഒരു സർവൻ്റ് എന്ന് തന്നെയാണ് അതിനെ വിളിക്കുന്നത്. എന്നും പറഞ്ഞ് അത് സർവൻ്റ് അല്ല താൻ. അതുകൊണ്ടാണ് കർത്താവ് ജഡത്തിൽ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഒരു സർവൻറ്റിൻ്റെ റോള് പ്ലേ ചെയ്തു. എങ്ങനെ? കാല് കഴുകി അവരെ കാണിച്ചു, ഞാൻ നിന്റെ സഹായിയാണ്, ഞാൻ നിനക്ക് സഹായം ചെയ്യുവാനും ഞാൻ പര്യാപ്തനാണ് എന്നും പറഞ്ഞ് അവൻ നമ്മുടെ വേലക്കാരനാണോ? അല്ല. അതുപോലെയാണ് ഒരു ഭാര്യ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരേണ്ടത്, ഒരു തക്കതായ സഹായിയായിട്ട്. അവർ ഒരു സർവൻ്റ് അല്ല, അവരൊരു തക്കതായ സഹായിയാണ്. അവർക്ക് ചില റോളുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ റോളുകൾ അവർ ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷെ അവർ ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കാരണമാണെന്നും ആ കരുതൽ എപ്പോഴും നമുക്ക് അവരോട് ഉണ്ടാകണം. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം ജഡപ്രകാരമുള്ള അവരുടെ ദൗത്യങ്ങളാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തക്കതായ സഹായി ആരാണ്? കർത്താവിൻ്റെ ആത്മാവ് മാത്രമാണ്. അപ്പോൾ ആ ആത്മാവിനെ നേടിയവൻ ഒരിക്കലും അവൻ തനിച്ച് അല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആദ്യത്തെ നിയമസഭയ്ക്ക് നിയമം കൊടുത്തത് എവിടെയാണ്? എഴുതിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിന്ന് എഴുതിയാണ് തന്നിരിക്കുന്നതെങ്കിലും അതിനൊരു മർമ്മമുണ്ട്. ഈ ബൈബിൾ വായിച്ചിട്ട് ഇന്ന് 4500-ൽ കൂടുതൽ സഭ ഈ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ അവരെല്ലാം വായിച്ചിട്ടാ അവർ സഭ തുടങ്ങിയത്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഈ ബൈബിളിൽ ഇന്നടുത്ത് വായിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രം അവരുടെ ഇതങ്ങോട്ട് ശരിയാവത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലത്തൊക്കെ ഈ കാളവണ്ടിക്ക് ഇത് ഉണ്ടാക്കുമല്ലോ, ചക്രം ഉണ്ടാക്കും. ഈ ചക്രം ഉണ്ടാക്കുമ്പം ഈ ഒരു കാർപ്പൻറ്റർ ശരിയായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ മെഷറിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ ചക്രം ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പം അതൊരു റൗണ്ടായിട്ട് വരത്തില്ല. അതുപോലെയാണ് ദൈവസഭയ്ക്ക് വചനം കിട്ടുമ്പോൾ, ദൈവസഭ വചനം വായിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർന്ന് ഒരുപോലെ വരും. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളൊരു ലൈവ് ചെയ്തപ്പം അതിനകത്ത് 2 തൃത്വ സഹോദരങ്ങളുടെ കാഴ്ചപ്പാടിനെ കാണിച്ചു. അപ്പോൾ ഒരാൾ പറയുന്നു തിരുവെഴുത്തിൻ പ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. എന്നിട്ട് തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് രക്ഷകനാകും, യേശു ക്രിസ്തു രക്ഷകനാകും താനും, എന്നാൽ ഇത് യേശു ക്രിസ്തു പിതാവ് അല്ല താനും. പക്ഷെ പഴയ നിയമത്തിൽ പറയുന്നത് ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷിതാവായ ഏക ദൈവമേ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ, ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതി ഭാഗ്യമുള്ളത്. എന്തുകൊണ്ട് ആ വചനം ഇന്ന് നമ്മൾ 33-ൽ വായിച്ചത്? അപ്പം ജാതികളെ പറ്റിയാണ് പറയുന്നത്. ജാതി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ജാതി മാത്രമേ ഉള്ളൂ. യഹോവ ദൈവമായിരിക്കുന്ന ഒരൊറ്റ ജാതി മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ഏകമാണ് അവിടെ പറയുന്നത്, ജാതി. അപ്പം യഹോവ എനിക്ക് ദൈവമാണോ? ഒരു തൃത്വക്കാരനോട് ചോദിക്കുക, യഹോവ എനിക്ക് ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, യേശു ക്രിസ്തു എനിക്ക് ദൈവമാണെന്ന് പറയും, ചിലർ പറയും. ഇന്നലെ ഒരാൾ ഒരു അച്ഛനാണെന്ന് തോന്നുന്നു,
അയാൾ സംസാരിക്കുമ്പോൾ പറയുന്നു പഴയ നിയമത്തിലെ ദൈവം അല്ല എന്നാണ് പറയുന്നത്, പുതിയ നിയമത്തിലെ ദൈവമാണ് ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ അവർക്കൊരിക്കലും ഈ കൺഫ്യൂഷൻ തീരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വ്യക്തികളാക്കി ദൈവത്തെ ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരിക്കലും അതിൻ്റെ ആ മർമ്മത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ദൈവജനം വളരെ ഒരു ചെറിയ കൂട്ടം മാത്രമാണ്. നമ്മുടെ ഭൗതിക ജീവിതം ഈ ലോകത്തിൽ ഒരു ഏകദേശം 70-80 വർഷം ഏറിയാൽ എന്ന് പറയുന്നു. അതിൽ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു 25-28 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ആ കുടുംബജീവിതം തുടങ്ങുന്നു. ഒരു 50-60-70 വയസ്സാകുമ്പോൾ ഒരു കൂട്ടാളി കടന്നു പോകുന്നു. അല്ല, എങ്ങനെയായാലും നമ്മൾ പറയുക ഇത് ഏകദേശം ഒരു 50 വർഷത്തിൽ കൂടുതൽ ഇതിന് കാലാവധി ഇല്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം അവർ ഈ സ്വർഗീയ രാജ്യത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അവർ കോടാനുകോടി വർഷം ദൈവത്തോട് കൂടെ വസിക്കേണ്ടവൻ. 1000 വർഷം ഒരു ദിവസം പോലെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിൽ വസിക്കേണ്ടവൻ. അപ്പോൾ ആ ജീവിതമാണോ വലുത് അതോ ഈ ജീവിതമാണോ വലുത് എന്നുള്ള കാര്യം നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് അറിയേണ്ട കാര്യം. പഴയ നിയമത്തിലെ വ്യവസ്ഥയും പുതിയ നിയമത്തിലെ വ്യവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ജനസിസ് ഉൽപ്പത്തി പുസ്തകം 2:7-8 പിന്നെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് 7-8 അല്ലേ വായിച്ചേ? ഇനി 15 മുതൽ 19 വരെ അങ്ങോട്ട് വായിച്ചു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഫലം നിനക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കൊണ്ടുള്ള അറിവിന്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. യഹോവയായ ദൈവം മനുഷ്യനെ ഏകാക്കിയായിരിക്കുന്നു നന്നല്ല, ഞാൻ അവന് തക്കതായ ഉണ്ണിയെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിർമ്മിച്ചിട്ട് മനുഷ്യനാവിക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവിതങ്ങളും മനുഷ്യൻ പേരായി. അപ്പം നമ്മളിവിടെ കാണുന്നു, ഇവിടെ കർത്താവ് ആദാമിനെ ഉണ്ടാക്കുന്നത് ഈ ലോകത്തിലെ മണ്ണിൽ നിന്നുമാണ് എന്ന് അവിടെ അവൻ്റെ ജഡത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ജഡം അവൻ്റെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? മണ്ണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബാക്കി അവൻ ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നതെല്ലാം മണ്ണിൽ നിന്നും തന്നെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ സയൻസ് ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കാണുന്ന ഫോസിലുകളുമൊക്കെ നമ്മൾ കാണുമ്പോൾ എത്രയോ കോടി വർഷങ്ങൾ പ്രായമുള്ള ഒരു എർത്തിൻ്റെ മേളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനു മുമ്പേയും ഇവിടെ ലൈഫ് ഫോംസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലാകത്തോണ്ട് അത് നമ്മുടെ ഇന്ന് വിഷയമല്ലാത്തതുകൊണ്ട് കൂടുതൽ കടന്നു പോകുന്നില്ല അതിലേക്ക്. അപ്പോൾ ആ ലൈഫ് ഫോമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പലതരത്തിലെ നമുക്ക് ഇപ്പം ഭൂമിയിൽ നിന്നും വരുന്ന എണ്ണയായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ആ ഫോസിലുകളിൽ നിന്നാണ് അത് നിർമ്മിക്കപ്പെട്ടതും ഇന്ന് വരുന്നതും ഒക്കെ എന്ന് പറയുന്നു. പക്ഷെ മനുഷ്യൻ്റെ കാലം ഈ ഭൂമിയിലുള്ളതെന്ന് പറയുന്നത് ആദാമിൻ്റെ കാലം മുതലുള്ള സമയം ഏകദേശം ഒരു 6000 വർഷമാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ 6000 വർഷം എന്ന് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെ യുഗാന്ത്യം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. യുഗ അന്ത്യം. അപ്പം നമ്മളൊരു യുഗം എന്ന് പറയുമ്പോൾ ഒരു ഏജ്, ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ ജീവിക്കുന്നത്. ആ യുഗത്തിനൊരു അന്ത്യമുണ്ട്. അത് ഏകദേശം ഒരു 6000 വർഷം എന്നാണ് ബൈബിളിൻ്റെ പല ആൾക്കാരും പറയുന്നത്, തിയോളജിയൻസൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും ആ ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിലാണ് കർത്താവിൻ്റെ വരവും പിന്നെ കർത്താവിൻ്റെ ഒരു മിലേനിയൽ റൂളും ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകുന്നതെന്ന്
നമ്മൾ കാണുന്നു. അപ്പോൾ മണ്ണിൽ നിന്നും വന്നതെല്ലാം മണ്ണിലേക്ക് തന്നെ കടന്നു പോകും. ആത്മീയമായത് മാത്രമേ ഇനി നമ്മൾ അടുത്ത യുഗത്തിൽ അല്ലെങ്കിൽ കർത്താവിനോടുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഈ മണ്ണിലെ ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് നമ്മുടെ ദേഹിയിലേക്ക് എണ്ണപ്പെടുന്നു എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വരാൻ പോകുന്ന ആ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു പ്രാവശ്യം ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനായി ലോകത്തിൽ കടന്നു വരുമ്പോൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ആ മരിച്ച ശേഷം എന്താണ്? ന്യായവിധി. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ആ കാലത്തിൽ ന്യായവിധി ഉണ്ട്. അന്നാണ് കർത്താവ് തൻ്റെ ശരീരത്തിൽ വന്ന് ചേരുന്ന സഭയെ ചേർക്കുന്ന കാലം വരുന്നെന്ന് പറയുന്നു. അപ്പോൾ ആ ദിവസത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ലോകത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിതം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ആ ജീവിതത്തിൽ ഓരോ ദിവസവും ആ ഒരു വിധിയിൽ മഹത്വമുള്ള തേജസ്സിൻ്റെ കർത്താവിനെ നേരിടുവാൻ വേണ്ടി ഉള്ള ഒരുക്കമാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. അപ്പോൾ ആ തേജസ്സിലേക്കുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും എല്ലാം നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എണ്ണപ്പെടുന്നു എന്ന് ഉള്ള കാര്യം നമ്മൾ മറക്കരുത്. പഴയ നിയമത്തിൽ നമ്മൾ ഉള്ള വ്യവസ്ഥ നമുക്കൊന്ന് വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തനം അല്ലേ? ആവർത്തനം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കർഷകരും നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമര്യർ, കനാന്യർ, ഫെലിസ്ത്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുക, കൃപ കാണിക്കുകയരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിക്കാൻ തക്കോണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. എപ്പോഴും പോകും നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാം, ഒന്ന് അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവായ ദൈവം അവിടെ അവർ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരെ മൊത്തത്തിൽ അവിടെ നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യഹോവയെ ചിലർ ക്രൂരനായ ദൈവമെന്ന് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? വിശ്വാസികളായ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. നമുക്ക് വേറൊരു ദൈവം ഇല്ല. ഒരു ദൈവം, ആത്മാവായ ദൈവം തന്നെ. ഒരു പഴയ നിയമത്തിൽ ക്രൂരനും പുതിയ നിയമത്തിൽ ദയ ചെയ്യുന്ന ദൈവമാണോ നമുക്കുള്ളത്? എങ്ങനെയാണ് ആ ഒരു സമയത്ത് ഇസ്രായേലിലുള്ള ആൾക്കാരെ മൊത്തം നശിപ്പിച്ച് കളയണം എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്? നമുക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ അറിയണം. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നു. സ്തോത്രം. നിങ്ങളെയും ബലപ്പെടുത്തും. സ്തോത്രം. അപ്പം ആർക്കാണ് ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളത്? ജീവൻ കൊടുത്തവന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളൂ. നമ്മൾ തുടർന്ന് അവർ മിസ്രൈമിൽ നിന്നും വിളിക്കപ്പെട്ട് അവർ അടിമത്വത്തിൽ നിന്നും വിളിക്കപ്പെട്ട് നമ്മൾ ഈ ലോകത്തിലെ അടിമത്വത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ഇസ്രായേൽ ജനമായി ഇസ്രായേലിൻ്റെ ആ ഒരു വാഗ്ദത്തത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അവർ
മിസ്രൈം എന്ന അന്നത്തെ രാജ്യത്തിൽ നിന്നും ആ ചെറിയ ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തിൽ ചേർക്കപ്പെടുമ്പോൾ ഇസ്രായേൽ എന്ന ചെറിയ ഭൂഖണ്ഡം മാത്രം ദൈവം അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഈ ലോകം മൊത്തം സൃഷ്ടിച്ചവൻ ആ മൊത്തം ഭൂഖണ്ഡത്തിൽ നിന്നും ചെറിയൊരു ഭാഗം മാത്രം അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ഭാഗത്തിൽ പാപം വസിക്കരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ടും ദൈവജനം പാപമില്ലാത്ത സ്ഥലത്ത് പാപത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിൻ്റെ ജനമായി ജീവിക്കേണ്ടവരായി ജീവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോണ്ട് ആ കാര്യങ്ങളെ അവിടെ പറയുന്നു. അവിടെ ആദ്യം നീ നിരത്തും. ആ നിരത്തുന്നതൊന്നും അവരുടെ ശക്തിയാലല്ല എന്നുള്ള കാര്യവും നമ്മൾ അവിടെ കാണുന്നു. ആരെയെങ്കിലും തോൽപ്പിച്ചത്, ആരെയെങ്കിലും അവർ കൊന്നത് അവരുടെ ശക്തി കൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ശക്തി നൽകിയത് കൊണ്ട് അവർക്കത് ചെയ്യുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ കൈ അത് പ്രവർത്തിക്കുന്നതിനാൽ അതവർക്ക് പാപമെന്ന് എണ്ണപ്പെടുത്തില്ല. പഴയ നിയമപ്രകാരം ഇന്ന് നമുക്ക് അധികാരമുണ്ടോ? ആരെങ്കിലും ഒരു കൈ കൊണ്ട് അടിക്കാൻ പോലും നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ അടിക്കാനുള്ള അധികാരം ഇല്ല എന്ന് തന്നെയാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ആരെങ്കിലും അടിക്കാനുള്ള അധികാരമുണ്ടോ? കുഞ്ഞുങ്ങളെ ചിലപ്പോൾ മാത്രം ശാസിക്കാനുള്ള അധികാരം, അതും സ്നേഹത്തിലെന്നാണ് നമ്മളോട് പറയുന്നത്. സ്നേഹത്തിൽ അടിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ക്രോധത്തിൽ അടിക്കുന്നതോ പാപം. അപ്പം ഇതെല്ലാം വചനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു ഭാഗത്ത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്ന് പറയുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ഭാര്യയോട് ഭർത്താവിനെ ഇത് ചെയ്യാനും വിധിക്കുവാനും മാതാപിതാക്കളോട് ഇതിനോട് ശത്രുത്വം ഉണ്ടാക്കാനും ആണ് വന്നിരിക്കുന്നത് പറയുന്നത്. ഇത് രണ്ടും വചനത്തിൽ നിന്നും ഉള്ളതാണ്. ഏതെങ്കിലും എടുത്തു വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. ഒന്ന് ഭൗതിക തലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഒന്ന് ആത്മീയ തലത്തിലാണ് സംസാരിക്കുന്നത്. ഒന്ന് പറയുന്നത് ആത്മാവ് പ്രകാരം ആത്മാവിനല്ലാത്ത ഏവരും നമ്മുടെ ശത്രുക്കളാണ്, പക്ഷെ ജഡപ്രകാരം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കേണ്ടതാണ്. അവരുടെ ജഡത്തിൻ്റെ സ്വഭാവത്തെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, ജഡപ്രകാരം അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ എന്തൊരു താഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കരുതേണ്ടവർ. അവര് ആദാമിൽ നിന്നും നമുക്കുണ്ടായ സഹോദരങ്ങളെന്ന നിലയിൽ ഏത് ജാതി ആയിരിക്കട്ടെ, ഏത് മതമായിരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലെ ആയിരിക്കട്ടെ, അവരുടെ വിശ്വാസം നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അവരോട് കൂടെ ആത്മീയ തലത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരോട് സഹകരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ തന്നെ നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? യാഹ്കി ജയ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. യാഹ്കി ജയ്. ഈ യാഹ്കി ജയ് വിളിക്കുന്നവര് ചെന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും ജയ് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളറിയാതെ വിളിച്ചു പോവുക. ആർക്കെങ്കിലും ജയ് വിളിക്കുന്നെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. നമുക്ക് ഏക കർത്താവായ യേശു ക്രിസ്തു, യാഹായ ദൈവം, രക്ഷകനായി ആയി വന്നത് കൊണ്ട് നമ്മൾ ഈ ഹല്ലേലൂയ ഇന്നും വിളിക്കുന്നു. ആ യാഹനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ വിളിക്കുന്നവർ ചിലർ വരുന്ന അത് ക്രൂരനായ ദൈവമാണ്, പഴയ നിയമത്തിലുള്ള ദൈവമല്ല, അതിൻ്റെ കൂടെ ഹല്ലേലൂയയും കൂടെ വിളിക്കും. അപ്പം അവൻ അറിയത്തില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല, അല്ലാതെ അവൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവം അവരെ ജാതികളിൽ നിന്നും വിളിച്ച് വെറും ചെറിയ ഒരു ദേശത്തിലേക്ക് വിളിക്കുമ്പോൾ ആ ദേശത്തിലുള്ള സകല പാപത്തെയും അവിടുന്ന് നീക്കി അവർ വിശുദ്ധ ജനമായിട്ട് ആ ഇസ്രായേലിൽ താമസിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഒരിക്കലും അവിടുന്ന് മാറിപ്പോകേണ്ട ഗതികേട് വരുത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിനറിയാം അവർക്ക് സാധിക്കത്തില്ലെന്ന് അറിയാം. അവർക്ക് ദൈവം സാധിക്കത്തില്ലെന്ന് അവർക്ക് അറിയാം. അവരവിടെ വിവാഹം കഴിക്കുമെന്നും ദൈവത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതെല്ലാം അനുവദിക്കുന്നത് എന്ന് പറ. അപ്പോൾ ആ സമയത്ത് തന്നെ ശിക്ഷ നൽകുന്ന ദൈവമാണോ നമുക്കുള്ളത്? അല്ല, നമുക്ക് ദയയുള്ള ദൈവം തന്നെയാണ്. ദയയുള്ള ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ആ സമയം തന്നെ വരാതിരുന്നത്. അപ്പം നമ്മൾ കാണുന്നു ഇതിലാണ് ദൈവം നമ്മുടെ ഫ്രീ വിൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു, ഒരു നല്ല പിതാവിനെ പോലെ. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു മാതാവ്
ഒരു മകനെ വളർത്തുന്നതും ഒരു പിതാവും ഒരു മകനെ വളർത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഞാൻ പലപ്പോഴും എൻ്റെ മകനെ പറ്റി ഞാൻ പറയും, അവൻ വീഴും എന്ന്. അവൻ നടക്കുന്നത് വളരെ വേഗത്തിലാണ്, അല്ലെങ്കിൽ അവൻ വണ്ടി ഓടിക്കുന്നത് വളരെ വേഗത്തിലാണെങ്കിൽ അവൻ വണ്ടി ഓടിച്ച് അവൻ വീണ് അവൻ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും ദൈവം അവനെ കരുതും. ആ സമയത്ത് ദൈവം അവനെ രക്ഷിക്കും. ആ വീഴ്ചകളിൽ കൂടെ അവൻ പഠിക്കണം എന്നാണ് എൻ്റെ വിചാരം. നേരെ മറിച്ച് എൻ്റെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ വണ്ടി സ്ലോ ആയിട്ട് ഓടിക്കണം എന്ന് എപ്പോഴും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അവന് ഒരു കർക്കശമായ ഒരു സംസാരമായിട്ട് എപ്പോഴും ഒരു കാര്യം തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കുന്നു, ആരോടായാലും അവർക്ക് അത് വെച്ച് ഒരു ഇതും ഉണ്ടാകത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, എടാ മറ്റേ ആളുടെ അനുഭവം കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചൊക്കെ എന്ന് പറയും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ നമ്മുടെ ആത്മീയമായ അപ്പനായ നമ്മുടെ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വീണ് നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ചതിയും കണ്ട് എല്ലാത്തിലും നമ്മൾ പോയിട്ട് നമ്മുടെ അപ്പനെ തിരഞ്ഞെടുക്കണം. അതാണ് മറ്റേ നമ്മുടെ ഉപമ പറയുന്നുണ്ടല്ലോ, എന്തുവാ, ഒരു പുത്രനെ പറ്റി എന്താ, അപ്പോൾ ആ ധൂർത്തുള്ള പുത്രനെ പറ്റി പറയുമ്പോൾ ആ പുത്രൻ ആവശ്യപ്പെട്ടത് നൽകി പറഞ്ഞയക്കുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. തോട്ടം കൊടുത്ത ദൈവത്തെയാണ് കാണിക്കുന്നത്. തോട്ടം നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരുക, നീ ഇന്നതൊക്കെ ചെയ്യണം, പക്ഷെ ഒന്ന് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അവന് വീഴ്ച വന്നത് ഭാര്യ മുഖാന്തരമാണ് എന്ന് നമ്മൾ അറിയണം. പക്ഷേ ആ വീഴ്ചയിൽ അവനും പങ്കുണ്ട്. ഭാര്യ ഒരു കാര്യം കർത്താവ് പറഞ്ഞത് ഏൽപ്പിച്ചത് പ്രമാണം കൊടുത്തത് ആർക്കായിരുന്നു? ഹൗവയ്ക്കാണോ അതോ ആദാമിനായിരുന്നു? ആദാമിനായിരുന്നു പ്രമാണം കൊടുത്തത്. പ്രമാണം കൊടുത്ത മനുഷ്യന് ഒരു വിപരീത ഉപദേശം കടന്നു വന്നപ്പോൾ അവൻ എന്ത് ചെയ്തില്ല? നീ തിന്നോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവനും തെറ്റുകാരൻ തന്നെയാണ്. അവൻ കൂടുതൽ തെറ്റുകാരനാണ്. അപ്പോൾ പ്രമാണം കിട്ടിയവരാണ് ദൗത്യത്തെ നിറവേറ്റേണ്ടവർ. അവർ കാരണം മറ്റുള്ളവർ വീണ് കഴിഞ്ഞാൽ അതും അവരുടെ തലയ്ക്ക് തന്നെ വരും. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടുന്ന ഏത് സഹോദരനായാലും സഹോദരിയായാലും കേൾക്കുക, ഇത് നിങ്ങളെ തെറ്റിക്കാൻ സാധ്യത ഉള്ള ഏറ്റവും വലിയ ഒരു പാർട്ട്ണർഷിപ്പാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾ വിവാഹത്തെ പേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം ഇതൊരു കാര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, നിങ്ങൾ അതിനുവേണ്ടി ദൈവത്തോട് യാചിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ അത് ദൈവത്തോട് യാചിക്കുക, അത് നിങ്ങൾക്ക് തക്ക സമയത്ത് വന്നു ചേരും. അതിലൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ എന്താണ് ആ പങ്കാളിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഉള്ളത് ദൈവത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ പങ്കാളിയും ദൈവത്തിൻ്റെ ആ ഒരു സഭയിലുള്ളവളാണോ എന്ന് അല്ലെങ്കിൽ ഉള്ളവനാണോ എന്ന് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരില്ല. അതും ദൈവം പറയുന്ന സമയത്ത്, ദൈവത്തിൻ്റെ ഹിതമായിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. ഞാൻ എൻ്റെ വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആ ഒരു ആത്മീയ നിലവാരമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം നല്ലതായതുകൊണ്ടല്ല ഈ കാര്യം പറയുന്നത്. ഇന്ന് ദൈവം എന്നിൽ വെളിപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം നശിച്ചു പോകാമായിരുന്നു. ദൈവം എന്നോട് കരുണ ചെയ്തു. വിവാഹത്തിന് ഒത്തിരി ശേഷം ആണ് എന്നെ ഈ ഒരു വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശലോമോൻ ആണ് ആദ്യത്തെ ആലയം നിർമ്മിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു രാജാവ്. ദാവീദിനെ ദൈവം ആദ്യമായിട്ട് രാജാവായിട്ട്, ഒരു മനുഷ്യനായ രാജാവായിട്ട് ഇസ്രായേലിന് വേണ്ടി തിരഞ്ഞെടുത്തു. എങ്കിലും ആരാണ് ദൈവത്തിൻ്റെ സഭയുടെ ശാശ്വതമായ രാജാവ്?
യഹോവയായ ദൈവം അല്ലെങ്കിൽ യേശു തന്നെയാണ് എന്നേക്കും, അവൻ എന്നേക്കും രാജാവെന്ന് പറയുന്നു. പക്ഷേ ദൈവം തെരഞ്ഞെടുത്തത് ദൈവജനം നിരസിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ പങ്കാളിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിവാഹം കഴിക്കാത്തവർക്ക് ഉള്ള പ്രമാണം ഇന്ന് നിങ്ങളോട് പറയുന്നത്. ദൈവം തെരഞ്ഞെടുത്തത് നിങ്ങളുടെ പങ്കാളിയിൽ ആ ചോയ്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പം ദൈവം തെരഞ്ഞെടുത്ത് ദൈവം തന്നെ രാജാവായിരിക്കെ ദൈവം രാജാവായിട്ട് വേണ്ട എന്ന് ദൈവത്തെ തള്ളിക്കളഞ്ഞ സഭയ്ക്ക് ശൗൽ എന്ന രാജാവിനെ ദൈവം കൊടുത്തു. അപ്പോൾ ആ രാജാവിനെ പറ്റി പറയുന്നു, അവൻ നിങ്ങളെ അടിമകളാക്കി മാറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധത്തിൽ പറയുമ്പോൾ രാജാവെന്ന ആ ഒരു വിശേഷണം തൻ്റെ സഭയ്ക്ക് ഭർത്താവായിരിക്കുന്നവനാണ്. ആ ഭർത്താവ് സകലത്തിലും യോഗ്യനായിരിക്കണം. ആ യോഗ്യത ഉള്ളവൻ മാത്രം രാജാവായി തീരണം. അപ്പം ദൈവസഭയ്ക്ക് ഒരു ശാശ്വതമായ രാജാവുണ്ടെങ്കിൽ ദൈവം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആ സഭയെ, തൻ്റെ ശരീരമായ സഭയെ പരിപാലിക്കുവാൻ നല്ല ഇടയനാകുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒരു ശാശ്വതമായ രാജാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം പിന്നെ ദൈവമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ ആടുകളെ നോക്കുന്നവൻ, തൻ്റെ ആടുകളെ പുലിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകുന്നവൻ, കരടിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകുന്നവൻ, കർത്താവിൻ്റെ നാമത്തിൽ ഗോലിയാത്തിൻ്റെ മുമ്പേ തൻ്റെ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഗോലിയാത്തിൻ്റെ മുമ്പേ 14 വയസ്സിൻ്റെ പ്രായത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞ് ഗോലിയാത്തിനെ വീഴ്ത്തിയവൻ. അവൻ കർത്താവിൻ്റെ ആത്മാവാൽ നയിക്കപ്പെട്ടത് കൊണ്ട് അവനെ ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ആത്മാവാൽ നയിക്കപ്പെട്ടവൻ ആയിരിക്കണം സഭയുടെ ഭർത്താവ്. ആ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഉത്തമ പദവിയാണ്. ക്രിസ്തു തലയായിരിക്കുന്ന ഭർത്താവ് എനിക്കുണ്ടെന്ന് പറയുന്നത് അഭിമാനമുള്ള. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 11 പറയുന്നത്. 1 കൊരിന്ത്യർ 11:2 പറയുന്നു, ഏത് ആണിൻ്റെ തലയും ക്രിസ്തു. ഏത് ആണിൻ്റെ തലയും ക്രിസ്തു. അപ്പോൾ 1 കൊരിന്ത്യർ 11 തോന്നുന്നു. ആ ഭാഗം ഒന്ന് വായിക്കാം നമുക്ക്. അപ്പോൾ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. എല്ലാ പുരുഷന്മാരും ക്രിസ്തുവിനെ അറിയുന്നവരല്ല. അപ്പോൾ അവരുടെ തല ക്രിസ്തു അല്ല എന്നും നമുക്കറിയാം. പക്ഷെ ഇത് എഴുതുന്ന കൊരിന്ത്യ സഭയ്ക്കാണ് എഴുതുന്നത്. കൊരിന്ത്യ സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അന്ന് വേർപെട്ട് നിൽക്കുന്ന സഭയാണ്. ആ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നു, ഏത് ആണിൻ്റെ തലയും ക്രിസ്തു. ആ ക്രിസ്തു എന്ന തലയുടെ ആ തലയിൽ ഒരു ആണ് പിന്നീടൊന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. മൂടുപടം. ഏത് ആണും മൂടുപടമിട്ട് ആരാധിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ തലയെ അപമാനിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് അപമാനിക്കുന്നത്? ക്രിസ്തുവിനെ അപമാനിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു പല സഭകളും, ക്രിസ്തീയ സഭകളും ഇന്നും തലയിൽ മൂടുപടം ഇട്ടിട്ട് അവരാരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവരുടെ തല ക്രിസ്തു ആണോ? എന്നെ സംബന്ധിച്ചോളം അല്ല. അവർ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ക്രിസ്തു ആരെന്ന് വെളിപ്പെട്ടിട്ടില്ല. ക്രിസ്തു തന്നെ ദൈവമെന്ന് അല്ലെങ്കിൽ കർത്താവെന്ന് അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ പിന്നീട് പറയുന്നുണ്ട്, പെണ്ണിനെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത് അവിടെ? അപ്പം സ്ത്രീയുടെ തല പുരുഷൻ്റെ തല ക്രിസ്തു,
ക്രിസ്തുവിൻ്റെ തല ദൈവം എന്നും അവിടെ പറയുന്നുണ്ട്. അത് ഒരേ ആത്മാവായതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ക്രിസ്തു ഒരു തലയുടെ മേടി വേറൊരു തല കയറിയിരിക്കുന്നു എന്നല്ല പറയുന്നത് അവിടെ. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരു ആണ്, ഒരു ഭർത്താവ് ക്രിസ്തുവിൽ കൂടെ നയിക്കപ്പെടുന്നവനാണെങ്കിൽ അവൻ്റെ തല ക്രിസ്തുവാണ്. അവൻ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണെങ്കിൽ അവൻ്റെ തല ക്രിസ്തുവാണ്. ഒരു ഭാര്യ ക്രിസ്തു എന്ന തലയുള്ള ഭർത്താവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ തലയാക്കുന്നത് അവക്ക് നന്ന്. അതിൽ കൂടെ ഉണ്ടാകുന്ന മക്കൾ ആണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മക്കൾ. മക്കൾ എന്ന് പറയുമ്പോൾ ജഡപ്രകാരമുള്ള മക്കൾ എന്നല്ല ഞാൻ പറയുന്നത്. അവർ ചിലപ്പോൾ ഇടപെടുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, അവർ കേൾക്കുമ്പോൾ, അവരിൽ കൂടെ ഉണ്ടാകുന്ന മക്കൾ തലമുറയായി ഇതുള്ള വാഗ്ദാനമാണെന്ന് പറയുമ്പോൾ, കർത്താവ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയോളം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡപ്രകാരമുള്ള തലമുറയെപ്പറ്റി അല്ല പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ ഒരു കുടുംബമായിട്ട് ഈ ലോകത്തിൽ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ, നിങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൂടെയും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കൂടെയും ആകാം ചിലപ്പോൾ ആ കൊടുക്കുന്ന സാക്ഷ്യം കാരണം മറ്റുള്ളവർ ആരെങ്കിലും കർത്താവിലേക്ക് വരുവാണെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ അവരും സ്നാനമേൽക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ അവരും ഇസ്രായേലായി തീരുവാണെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ അവരും ഇസ്രായേലിൻ്റെ ഭാഗമായി തീരുമെങ്കിൽ അവർ നിങ്ങൾക്ക് മക്കളെന്ന് എണ്ണപ്പെടും. ഒരേ പിതാവിൻ്റെ മക്കളാണ്. പക്ഷേ നിങ്ങളിൽ കൂടെ ദൈവം പ്രവർത്തിച്ച് അവരെ മക്കളാക്കി മാറ്റുന്നു. അവർ നിങ്ങൾക്ക് സഹോദരങ്ങളുമാണ്. അതുപോലെയാണ് കർത്താവ് നമുക്ക് ആയിത്തീർന്നത്. അവൻ നമുക്ക് സഹോദരനായിത്തീരുന്നു. അവൻ ജഡപ്രകാരം നമുക്ക് സഹോദരനായിത്തീരുന്നു. ആത്മാവ് പ്രകാരം അവൻ നമുക്ക് ആത്മാവായ ഏകസത്യ ദൈവമാണ്. അവൻ നമുക്ക് ഒരു കൂട്ടാളിയാണ്, തക്കതായ തുണയാണ്. ഇതെല്ലാം ഒരേ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ തന്നെ നടക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കുടുംബം എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ മക്കളെ നേടുന്ന കുടുംബം. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം പഴയ നിയമത്തിൽ എസ്രായുടെ പുസ്തകം, അപ്പം നമ്മൾ ശലോമോൻ്റെ കാര്യം കേട്ടു. അപ്പോൾ ശലോമോനിന് എന്താ സംഭവിച്ചത്? ശലോമോന് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ അതിൻ്റെ 11-ാമത്തെ അധ്യായം ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കണം. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരായ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കാഴ്ചരുത്, അവർക്ക് നിങ്ങളോട് കൂടിക്കാഴ്ചരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ നമ്മുടെ ദേവന്മാരെ വഹിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളെ നിങ്ങളെ തന്നെ അവരോട് സ്നേഹത്താൽ കട്ടിച്ചേർന്നു. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നു, ശലോമോനെ കൊണ്ടാണ് കർത്താവ് ആദ്യത്തെ ആലയം ഈ ലോകത്തിൽ ഉണ്ടാക്കിയ ഏക ആലയം. ഒരൊറ്റ ആലയം മാത്രം ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടു. കർത്താവിൻ്റെ ആലയമെന്ന് അത് എണ്ണപ്പെട്ടു. ആ ആലയത്തിൽ കർത്താവ് ആത്മാവായി വസിച്ചു എന്ന് പറയുന്നു. ആ ആത്മാവിനെ നിർമ്മിച്ച ആ രാജാവിനെ പറ്റിയാണ് പറയുന്നത്. അവന് സംഭവിച്ചത് എന്താണ്? അവനുണ്ടായ ഭാര്യമാർ മുഖാന്തരം അവൻ മറ്റ് ദേവന്മാരെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. അവൻ തെറ്റിപ്പോയി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവം തന്നെ തിരഞ്ഞെടുത്ത ആ രാജാവ്, അവന് കൊടുത്തിരുന്ന പ്രമാണം, മോശയുടെ പ്രമാണം അവൻ പ്രമാണിക്കാഞ്ഞത് കൊണ്ട്, എവിടെ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ പ്രമാണം പ്രമാണിക്കാതിരുന്നത് കൊണ്ട് അവർക്കങ്ങനെ ഭവിച്ചു. അതിൻ്റെ ആ ഒരു തലമുറകൾ പിന്നെ നമ്മൾ കാണുന്നു. അവരെല്ലാവരും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവരായി തീർന്നപ്പോൾ ഒരു സമയത്ത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അവരെ അവിടുന്ന് പിന്നെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അവരെ മൊത്തത്തിൽ അടിമത്തത്തിലാക്കുന്നു. ആ അടിമത്തത്തിൽ നിന്നും അവർ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ പ്രമാണത്തെ പിന്നെയും അവർ വായിക്കുന്ന ഒരു കടന്നു വരുന്നു. അതാണ് നമ്മൾ എസ്രായുടെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എസ്രായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. അതിന്റെ
ശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് ഏർപ്പെടാതെ കാനാന്യർ, ഹിത്യർ, ഫെലിസ്ത്യർ, യെബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രയീമ്യർ, അമോര്യർ എന്നിവരുടെ നൈതികത ചെയ്തു വരുന്നു. അവരുടെ പുത്രന്മാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരെ എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരുന്നുവെന്ന് പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ കാണുന്നു, അവരുടെ പ്രമാണികമാർ പോലും അതിനകത്ത് തെറ്റിപ്പോയി. അവരെല്ലാവരും മറ്റ് ജാതികളിൽ നിന്നും ഭാര്യമാരെ എടുത്തത് കൊണ്ട് അവരുടെ ആത്മീയ വിശ്വാസത്തെ അവർ നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് അവരെ പിന്നെയും പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോയെന്ന് പറയുന്നു. അപ്പോൾ ഇനി എസ്രായുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനുള്ള പ്രതിവിധി എന്താകുന്നു എന്ന്, പഴയ നിയമപ്രകാരം അതിൻ്റെ പ്രതിവിധി എന്തായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. എസ്രായുടെ പുസ്തകം 10-ാമത്തെ അധ്യായം, അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ ദൈവാലയത്തിന് മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ബഹിരംഗമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഭ അവന്റെ അടുത്ത് വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ എലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യിദ്യേലിന്റെ മകൻ ശെരന്യാവ് ഇസ്രായേൽ പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദേശനിവാസികളുടെ അന്യജാതികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയിൽ വിവരിക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് നിസ്സാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരുന്നു. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ആ നിയമപ്രകാരം അവരെ പറഞ്ഞു വിടാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. അത് നമ്മൾ കാണുന്നത് ആവർത്തന പുസ്തകം 24:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. വേറെ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളെ ദൂഷ്യമായി വന്നത് കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് വായിക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് വായിക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുന്നിലത്തെ ഭർത്താവിന് അവൾ നശിത്തയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ കറപ്പാകുന്നു. അപ്പം ആദ്യത്തെ നിയമത്തിൽ ഈ വ്യവസ്ഥകളൊക്കെ എല്ലാം ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാമായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ അനിഷ്ടം തോന്നിയാൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ, ഉപേക്ഷിക്കാമായിരുന്നു. അതുകൊണ്ടാണ് എസ്രായുടെ പുസ്തകത്തിൽ അവിടെ പറയുന്നത്, അവർ പല ജാതികളിൽ നിന്നുമുള്ള ഭാര്യയെ എടുക്കുകയും പിന്നെ ആ സമയത്ത് അവർക്ക് പിന്നെയും ആ കനാൻ ദേശത്തിലേക്ക് കടന്നു പോകേണ്ട കൊണ്ട് അവർക്ക് ആ രാജ്യത്തിൽ പിന്നെയും പ്രവേശിക്കുന്നതിന് മുമ്പേ അവർ ചെയ്യേണ്ട വ്യവസ്ഥ എന്താണ്? ഇതിനെല്ലാം ഒഴിവാക്കണം. പഴയ നിയമപ്രകാരം. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? അപ്പം നമുക്ക് ഇല്ല. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 16 മുതൽ 18 വരെയുള്ള വാക്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദേവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിനൊപ്പം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പം യോഹന്നാൻ വരുന്നതിന് മുമ്പേ വരെ പഴയ നിയമ വ്യവസ്ഥയിലായിരുന്നു. എല്ലാവരും അതിനകത്ത് കുമിച്ചുകൂടാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യവസ്ഥ അവർക്ക്
ഇഷ്ടപ്പെട്ട് വന്ന് കാണുമായിരിക്കും. അതായിരിക്കും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു സഭയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സഭയോടൊരു ചില ഇഷ്ടങ്ങളൊക്കെ വരും. അതിനകത്ത് പല കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ പോലും അവർക്ക് അത് നല്ലതായിട്ട് തോന്നാം. ഇപ്പം ഞാൻ CSI പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ അവരുടെ മ്യൂസിക് കേൾക്കാൻ നല്ല സുഖമാണ്. ആ മ്യൂസിക് കേൾക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി രോമമൊക്കെ ഒന്ന് വെള്ളോട്ട് വരും, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ വരും. പക്ഷേ അതാണോ കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ആ ഒരു ഫീലിംഗ് ആണോ ആഗ്രഹിക്കുന്നത്? അല്ല. ആത്മാവ് പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും പിതാവായ ദൈവത്തെ ഞാൻ ആരാധിക്കണമെന്നാണ് കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അല്ലാതെ മ്യൂസിക് കണ്ടിട്ട്, അവിടുത്തെ പാട്ടുകൾ കണ്ടിട്ട്, അവിടുത്തെ പാസ്റ്ററിൻ്റെ പ്രകടനം കണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന രോഗശാന്തി കണ്ടിട്ട്, അതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്നതല്ല ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയിൽ നിൽക്കുവാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്ന് അന്ന് കർത്താവ് പറയുന്നു. പക്ഷേ പുതിയ നിയമ വ്യവസ്ഥയുടെ പ്രഖ്യാപനം യോഹന്നാൻ മുതൽ തുടങ്ങിയിരുന്നു, അല്ലാതെ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതും ഒരു കാര്യം നമ്മൾ അറിയാം. വരുവാൻ പോകുന്ന പുതിയ വ്യവസ്ഥ തൻ്റെ ജനത്തിന് പ്രഖ്യാപിക്കുന്ന സമയം യോഹന്നാൻ മുതൽ തുടങ്ങിയിരുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നു. അത് എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെട്ടത്? കർത്താവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിലാണ് ആ സുവിശേഷം പൂർണ്ണമാകുന്നത്. അപ്പോൾ തുടക്കം യോഹന്നാൻ വന്ന ശേഷം, യോഹന്നാൻ പഴയ നിയമ വ്യവസ്ഥയിലെ ഏറ്റവും ഒടുക്കലത്തെ പ്രവാചകൻ എന്നും എണ്ണപ്പെടുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യവസ്ഥയെ തീർക്കുവാൻ വേണ്ടി, ആ വ്യവസ്ഥ പുതിയൊരു വ്യവസ്ഥ ആക്കുവാൻ വേണ്ടി വന്ന പ്രവാചകനാണ് യോഹന്നാൻ എന്ന പ്രവാചകൻ. അപ്പോൾ അന്ന് മുതൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസംഗപ്രകാരം ഒരു ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ഒരു മനുഷ്യനും അധികാരം ഇല്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പിന്നെ അവനിപ്പോൾ എൻ്റെ മാതിരി ഒരു വ്യവസ്ഥയിൽ അവൻ നിൽക്കുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി പറയുന്നു. 2 കൊരിന്ത്യർ 6:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അത് ഒരു പുതിയ വിശ്വാസി എങ്ങനെ ആകരുതെന്നാണ് പറയുന്നത്. പുതിയ വിശ്വാസിയാകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഒന്ന് വായിച്ചേ, 14 മുതൽ വായിച്ചേ. ക്രിസ്തുവിനും പെരിയാരിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആവും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതി ഭാഗ്യമുള്ളത്. അപ്പം യഹോവ തന്നെ രക്ഷിതാവായി വന്ന ഏക സത്യ ദൈവത്തെ അറിയുന്ന ആൾക്കാർ 3 വ്യക്തികൾ ആരാധിക്കപ്പെടുന്നിടത്തോ അല്ലെങ്കിൽ അന്യസ്ഥലത്തോ എവിടെയെങ്കിലും കടന്നു പോകുന്നത്, ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത് ശരിയാകുമോ? ആകത്തില്ല. ഒരു സഭ നമ്മളായി കഴിഞ്ഞു, നമ്മളിപ്പോൾ ഒരു സഭയായി, നമ്മളിപ്പോൾ ഒരു തൃത്വക്കാരനെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നത് ശരിയാണോ? അല്ല. തൃത്വക്കാരൻ്റെ വീട്ടിലേക്ക് നമ്മളൊരു മോനെ അല്ലെങ്കിൽ മോളെ വിവാഹം ഞങ്ങൾ കഴിപ്പിക്കുന്നത് ശരിയാകുമോ? ഇല്ല. അപ്പോൾ വ്യവസ്ഥ വളരെ സങ്കീർണമാണ്. ഇസ്രായേൽ മക്കൾക്കും വിവാഹം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവർ ജാതികളെ അങ്ങ് വിവാഹം കഴിച്ചു. അതുപോലെയായിരുന്നു നമുക്കും പ്രശ്നം. പക്ഷെ ആ പ്രശ്നം നമ്മുടെ ഭൗതിക പ്രശ്നം മാത്രമാണ്. ആ പ്രശ്നം ആത്മീയ പ്രശ്നമായി മാറിയാൽ ആരുടെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്? ഈ ലോകത്തിൽ വളരെ ചുരുക്കമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ആ കുടുംബത്തിൽ ജീവിക്കുവാൻ ഒരു അവസരം കിട്ടി. വിവാഹം കാരണം അതിൽ നിന്നും മാറി തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും?
വളരെ സങ്കീർണമായ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ദേഹത്തെയാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ നമ്മുടെ ദേഹിയെ ആണോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിയമങ്ങളിലാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നമ്മളുടെ ഹൃദയത്തിൽ എഴുതിയേക്കുന്ന നിയമത്തെയാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 9:5 കൂടെ നമുക്ക് വായിക്കാം. അവരുടെ സഹോദരന്മാരും ഏകഭാവം ചെയ്യുന്നത് പോലെ ഭാര്യയായാലും സഹോദരിയുമായി സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഭാര്യമാരെ കിട്ടുവാനുള്ള അധികാരമുണ്ട്. പൗലോസിനുമുണ്ട്. എല്ലാവർക്കും ഭാര്യമാരെ എടുക്കണമെന്നുമുണ്ട്. പക്ഷേ ഒരുവൻ ഭാര്യ മുഖാന്തരം തെറ്റിപ്പോകുന്നതിനേക്കാൾ അവൻ തനിച്ചായിരിക്കുന്നത് നന്ന് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പൗലോസ് ഭാര്യയെ എടുക്കാതിരുന്നത്. നമ്മൾ കാണുന്നു അവിടെ അപ്പോസ്തോലന്മാർ ഭാര്യമാരുമായിട്ട് ജീവിക്കുന്നവരും അപ്പോസ്തോലന്മാരവിടെ ഉണ്ട്. യെരുശലേമിൽ പാർത്ത് യെരുശലേം സഭയ്ക്ക് മാത്രം സുവിശേഷം പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഭാര്യമാരെ എടുക്കുവാൻ സാധിച്ചു. പക്ഷേ എല്ലായിടത്തും നടന്ന് പല സ്ഥലത്തും പോയി ഉപദേശം പറയുന്ന അപ്പോസ്തോലിന് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഭാര്യമാരെ എടുക്കാൻ പറ്റുമെന്ന് വചനം പറയുന്നില്ല. ഭാര്യ മുഖാന്തരം തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ ഭർത്താവ് മുഖാന്തരം ഭാര്യ തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? ആത്മാവിനെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ഭൗതിക ജീവിതമാണോ ഇമ്പോർട്ടൻറ്റ്, അതോ നമുക്ക് നമ്മുടെ ആത്മീയ രക്ഷയാണോ ഇമ്പോർട്ടൻറ്റ്? കർത്താവായ യേശു ക്രിസ്തു വന്നത് ആദാമിനെ ഹവ്വാവിനെ പറ്റി പറയുന്നു, വിവാഹത്തെ പറ്റി പറയുന്നു. അവൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഒരു എന്തുവായിത്തീരും? ശരീരമായി തീരുമെന്ന് പറയുന്നു. ചില ഇംഗ്ലീഷിനകത്ത് ഫ്ലഷ് എന്നാണ് പറയുന്നത്. ഫ്ലഷ് എന്ന്. അപ്പോൾ ഈ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ജഡപ്രകാരം അവർ രണ്ടുപേരും കമ്പാറ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. ജഡപ്രകാരം അവർ ഒന്നായി ദൈവം എണ്ണുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ദൈവം അത് പ്യുവറായിട്ട് ദൈവം കാണുന്നു. അതാണ് കാണുന്നത്. പക്ഷെ അത് എന്നാലും ഫ്ലഷിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു എന്ന് വെച്ചാൽ ജഡപ്രകാരം ഭാര്യയും ഭർത്താവാകുന്നു. പക്ഷേ ജഡപ്രകാരം അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ജഡത്തിൽ വന്ന ദൈവം എന്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് വന്നത്? ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് വന്നത്. അവൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ വേണ്ടിയാണോ വന്നത്? അല്ല. മണവാട്ടിയായ സഭ തൻ്റെ മണവാളനോട് ചേരുമ്പോൾ ആത്മീയ മണവാളനായതുകൊണ്ട് നമ്മുടെ ആത്മാവ് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗം, ആത്മീയ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഓവർകം ചെയ്ത് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും എന്നോട് കൂടെ ഇരിപ്പാൻ, അതായത് അവൻ്റെ ആത്മീയ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി അവനോട് കൂടെ ഇരിപ്പാൻ യോഗ്യത ഉള്ളവരായി തീരണമെങ്കിൽ നമ്മൾ ഈ ജഡത്തിൽ ഉള്ള കാര്യങ്ങളെ മാറ്റിവെച്ചേ പറ്റൂ. ജഡത്തിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ നോ പറഞ്ഞേ പറ്റൂ. ജഡത്തിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇതെല്ലാം എനിക്ക് സാധിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ദൈവവചനം പറയുന്നു, എന്നോട് പറയുന്നു, ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയുന്നു, നമ്മൾ ചെയ്തേ മതിയാകൂ. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തേ മതിയാകൂ. കോംപ്രമൈസ് അല്ല ദൈവത്തിൻ്റെ വ്യവസ്ഥയിലുള്ളത്. ദൈവപ്രമാണം അനുസരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി പുതിയ നിയമ
സഭയ്ക്കകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും ഒരു വേർപെടുന്ന സിറ്റുവേഷൻ വരരുതെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൂടുതൽ വിവാഹം കഴിക്കുന്നവർക്കാണ്. ഇന്നത്തെ തലമുറ പറയുന്നു മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാം അല്ലേ? എന്തെങ്കിലും കാര്യം വരുമ്പോൾ മൈ ബോഡി മൈ ചോയ്സ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചിലപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. ചില മാതാപിതാക്കൾക്ക് ആത്മീയ ഒരു വിവേചനം ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ അവർ വേറൊരു രീതി പറഞ്ഞു വരും. പക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾക്ക് ഈ വചനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റവരാണെങ്കിൽ ഈ ദൗത്യം കൂടുതലും നിങ്ങളുടെ മേളിലിരിക്കും. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവർ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരാണോ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണോ, അവർ ദൈവസഭയിൽ ഉള്ളവരാണോ എന്നുള്ള കാര്യം വിവേചിച്ചറിഞ്ഞ് ഒരു വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും നിങ്ങൾക്ക് കർത്താവിൻ്റെ ഒരു ആയുധമായിട്ട് ഈ ലോകത്തിൽ നിൽക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആദാം തെറ്റിയ പോലെ, ശലോമോൻ തെറ്റിയതുപോലെ, മറ്റുള്ള ഇസ്രായേൽ മക്കൾ തെറ്റിയതുപോലെ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. പിന്നെയും അടിമത്തത്തിലേക്ക് വിളിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൽ പ്രവേശിച്ച് ഇസ്രായേലിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിൻ്റെ വ്യവസ്ഥകളെ അറിയുകയും പ്രമാണങ്ങളെ അറിയുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഇസ്രായേലിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടും എന്ന് ദൈവജനം ഓർത്തുകൊള്ളുക. ദൈവം വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിചാരം, ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു പ്രാവശ്യം കൂടെ സകല മാനവും മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.